നമസ്കാരം. അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഡ്രീം ഫുൾഫില്ലിംഗ് മെഡിറ്റേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. വിദ്യാഭ്യാസപരമായ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റേതായ ഈ സ്റ്റെപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഡ്രീം ഫുൾഫില്ലിങ്ങിന് പറഞ്ഞിരിക്കുന്നതായ സ്റ്റെപ്പുകൾ പല ആവർത്തി ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടും ഓർമ്മയുണ്ടായിരിക്കും. ഏത് മേഖലയിലും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അപൂർവമായ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ഡ്രീം ഫുൾഫില്ലിങ്ങിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതായ ആ ഒരു സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് ഒരു ചിട്ടയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്ക് ക്രമാനുഗതമായി ഉപബോധ മനസ്സിൻ്റെ കഴിവ് തെളിഞ്ഞു വരും. കാരണം ഒരു പ്രത്യേകമായ വിദ്യ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആ വിദ്യയിൽ കഴിവുണ്ടാകാതെ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. വളരെ തീവ്രമായിട്ട് ഒരു നിശ്ചിത കാലയളവ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കളിക്കാരനായി മാറിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു അഭ്യാസിയായി മാറും. കൃത്യനിഷ്ഠയോടുകൂടി അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്കൊരു അഭ്യാസിയാവാതെ പറ്റില്ല. ഏത് സൂക്ഷ്മ വിദ്യയ്ക്കും ഈ ഒരു കാര്യം പ്രത്യേകമായി ആപ്ലിക്കബിൾ ആണ്. ഡ്രീം ഫുൾഫില്ലിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ പവറാണ്. ഫിസിക്കൽ പവറിനെക്കാട്ടിലും മെൻ്റൽ പവറിനെക്കാട്ടിലും എത്രയോ മടങ്ങ് വലുതാണ് ഉപബോധ മനസ്സിൻ്റെ പവർ. നമ്മുടെ ഉപബോധ മനോമണ്ഡലത്തിൻ്റെ ശക്തി പൂർണ്ണമായി സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ, കളക്റ്റീവായിട്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വ്യക്തമായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപാരമായ ഒരു പവറാണ് ഉപബോധ മനസ്സിൻ്റേത്. സാധാരണഗതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് നടക്കുന്നതിന് തടസ്സം വരുന്നതിൻ്റെ കാരണം 10% പോലും ഏകാഗ്രത നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ്. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 10% ഏകാഗ്രത എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അത്രമേൽ ചിതറിയ മാനസികാവസ്ഥയാണ് കോമൺ പീപ്പിളിൽ അധികം ആൾക്കാർക്കും ഉള്ളത്. കാരണം ഓരോ സമയവും ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മനസ്സിനെ മഥിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അവരുടെ മനസ്സിൽ ഒട്ടേറെ വ്യാകുലതകളുണ്ട്, ഒട്ടേറെ ആശങ്കകളുണ്ട്, ഒട്ടേറെ ഉത്കണ്ഠകളുണ്ട്, മോഹങ്ങൾ, പ്രതീക്ഷകൾ, ഇങ്ങനെ പലതരത്തിലുള്ള മനോവികാരങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഉപബോധ മനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പര്യാപ്തമായ ഏകാഗ്രത അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടാണ് നോർമലി ഒരു 10% ഏകാഗ്രത കിട്ടിയാൽ അത് വലിയ അത്ഭുതമാണെന്ന് പറയുന്നത്. എന്നാൽ പ്രാക്ടീസ് കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളതാണ്. പരിശീലനം കൊണ്ട് സാധിക്കാത്തതായി യാതൊന്നുമില്ല. എത്ര വലിയ പ്രയാസകരമായ കാര്യവും അതിസൂക്ഷ്മമായി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഡെഡിക്കേറ്റഡ് ആയ മൈൻഡോടുകൂടി ഒരു കാര്യത്തിൽ നിരന്തര പരിശീലനം ചെയ്യുന്നവർക്ക് ആത്മസമർപ്പണ ബോധത്തോടുകൂടി വീണ്ടും വീണ്ടും
ഒരു കാര്യം പരിശീലനം ചെയ്യുന്നവർക്ക് ഡെഫിനറ്റായിട്ട് അതിലൊരു റിസൾട്ട് ഉണ്ടാകും, ഉറപ്പായിട്ടും അതിലൊരു ഫലമുണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. അതാണ് പരിശീലനത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നിങ്ങൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാനോ അഥവാ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസിന്റെ കാര്യത്തിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാനോ എല്ലാം തന്നെ ഉപബോധ മനസ്സിന്റെ ഈ ഒരു കഴിവ് ഉപയോഗിച്ച് പരിശ്രമിച്ചാൽ അപാരമായ ഒരു ഫലം അതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ ഫീൽഡിലും ഡ്രീം ഫുൾഫില്ലിംഗ് മെഡിറ്റേഷൻ സ്റ്റെപ്പുകൾ എങ്ങനെ പരിശീലിച്ച് പ്രായോഗികമായി അത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലായാലും, നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നയാളാണെങ്കിൽ ആ ബിസിനസ് ഫുൾഫില്ലിംഗ്, ബിസിനസ്സിന് പൂർണ്ണ പ്രയോജനം നേടിയെടുക്കുന്ന കാര്യത്തിലായാലും എങ്ങനെ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആക്കാം, അതുകൊണ്ട് പൂർണ്ണ വിജയം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഇത് നടപ്പിലാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയെ പറ്റിയ ഒരു റിമൈൻഡറാണ് ഈ വീഡിയോ. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ ഇപ്പോൾ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡ്രീം ഫുൾഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നതായ ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ സുപ്രധാനമായ ഈ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം, ഈ ഒരു അഫർമേഷൻ പ്രോഗ്രാം, ഈ ഒരു വിഷ്വലൈസേഷൻ പ്രോഗ്രാം ശരിയായ രീതിയിൽ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്തു പോയാൽ എത്ര വിഷമകരമായ ലക്ഷ്യവും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് ഈ ഒരു കാര്യം ഉപയോഗപ്പെടുന്നതാണ്. വരാനിരിക്കുന്ന വീഡിയോകൾ കൃത്യമായി കാണുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. പുതിയ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനുകൾ സമയാസമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ശരിയായ രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്താൽ എത്ര വിഷമകരമായ ലക്ഷ്യവും നേടിയെടുക്കാൻ ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.